കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം തന്നെ പെടുമാറാകട്ടെ. परमेश्वर के पवित्र नाम की महिमा का कारण हो जाए इस समय। ഇന്ന് പകൽക്കാലം ഇവിടെ കർത്താവിന്റെ വചനം സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. आज यहाँ पर परमेश्वर का वचन बांटने के लिए मेरे जीवन में परमेश्वर ने दिया अवसर के लिए मैं परमेश्वर को धन्यवाद देता हूँ। ഇന്ന് ഇവിടെ ഉപസ്ഥരായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ പാസ്റ്റർ ജോൺ തോമസ്, അതുപോലെ ഇന്ന് അധ്യക്ഷത വഹിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജയകുമാർ, ഈ സഭയുടെ ശുശ്രൂഷൻ പാസ്റ്റർ ആന്റണി, റജി ആന്റണി പാസ്റ്റർ, അതുപോലെ എന്റെ മുൻപിൽ അനുഗ്രഹീതരായ ബഹുമാനരായ കർത്തദാസന്മാർ, വിശ്വാസ സമൂഹം, സഹോദരി സഹോദരന്മാർ, കൊച്ചു കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. वेदी में बैठे हुए परमेश्वर के श्रेष्ठ दासगण, हमारे सामने बैठे हुए परमेश्वर के सभी दासगण और दासी लोग, सभी विश्वासी भाई बहन को जल्द आने वाले प्रभु यीशु मसीह के मेरे प्यार भरा नमस्कार देता हूँ। എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥന സംബന്ധിക്കുന്ന സന്തോഷമുണ്ട്? कितने जनों को आज इस उपवास प्रार्थना में शामिल होने में खुशी और आनंद है? നിങ്ങളുടെ അല്ലേലൂയ കേട്ട് ഭയങ്കര തണുപ്പുള്ള ഒരു അല്ലേലൂയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. जो हालेलुया सुना बड़ा धीमी आवाज में था। ഒരു ഗരമുള്ള അല്ലേലൂയ പറയാമോ? एक ഉപവാസ പ്രാർത്ഥനയാണ്. നമ്മൾ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. इस उपवास प्रार्थना में अनेक विषय लेकर हम लोग निवेदन विनती प्रार्थना किया। അടുത്ത ചില നിമിഷങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ എല്ലാവരുമായിരിക്കണം. और अगला क्षण हम लोग बहुत ही प्रार्थना के साथ परमेश्वर के सम्मुख में हम लोग उपस्थित रहने का कारण हो जाए। ഇത് ഹിന്ദിയിലേക്ക് പരിഭാഷ ചെയ്യുന്ന ജോർജ് പാസ്റ്ററിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. जो अनुवाद करने वाला परमेश्वर दास के लिए भी धन्यवाद देता हूँ। ഓക്കെ, കർത്താവ് ഇന്ന് പകൽക്കാലം എല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर हरेक को बहुत ऐसा आशीषित करे, अनुग्रहित करे। ജയകുമാർ പാസ്റ്റിനെ കുറിച്ച് പറയുകയും ഇന്ന് ദൈവജനങ്ങളെ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ എന്റെ മനസ്സിനകത്ത് ഇന്നത്തെ ആലോചന എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഇങ്ങനെ പല പ്രാവശ്യം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. जयकुमार पास्टर इस उपवास प्रार्थना के बारे में परमेश्वर दास से कहा तो उस समय मैंने सोचा इस उपवास प्रार्थना में क्या परमेश्वर का वचन यहाँ बांटना है करके मैं सोचने का कारण हुआ। 2023 കഴിഞ്ഞ ഒരു പുതിയ വർഷത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. 2023 के बाद एक नया साल में हम लोग सभी को प्रवेश करने का कारण हुआ। അപ്പൊ ഇത് ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. हम लोग का पहले उपवास प्रार्थना है। അപ്പൊ എന്താണ് കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കേണ്ടത്? तो परमेश्वर के द्वारा हम लोग क्या प्राप्त करना है? ആലോചിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഒരു മെസ്സേജ് കർത്താവ് എനിക്ക് तो തന്നത്. बड़ी चिंता के साथ प्रार्थना के साथ परमेश्वर की आत्मा कल मुझे इस विषय को देने का कारण हुआ। കഴിഞ്ഞ ഏകദേശം ഇന്നത്തെ മീറ്റിംഗിൽ എനിക്കറിയാം കൂടുതൽ പാസ്റ്റർമാരായിരിക്കും വരുന്നത്. हाँ, मुझे मालूम था कि इस उपवास प्रार्थना में अधिकांश पास्टर जन ज्यादा होंगे। പിന്നെ ഉപവാസ പ്രാർത്ഥനയിൽ വരുന്നവരെല്ലാം വചനം നല്ലപോലെ അറിയാവുന്നവരാണ്. और फिर उपवास प्रार्थना में आने वाले प्रियजन का सब अच्छी तरह से वचन का जानकारी है। അപ്പം നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രാപിക്കേണ്ടത്. तो आप लोग के सामने जो वचन जो बांटेंगे तो परमेश्वर के द्वारा हम लोग के जीवन में प्राप्त होना है। ഞങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് അരോചകത്വമായിട്ട് തോന്നി. हम लोग का शब्द जो आप लोग को थोड़ा से तकलीफ लगेंगे, ചില സമയത്ത് അത് നിങ്ങളുടെ ഹൃദയത്തിന് വേദന തോന്നിക്കും. शायद आप लोग हृदय में उसे दर्द का कारण होंगे। പക്ഷെ ദൈവ ശബ്ദം കേൾക്കുകയാണെങ്കിൽ अगर परमेश्वर के शब्दों को हम लोग सुनेंगे നമ്മുടെ ഹൃദയത്തിന് തണുപ്പായിട്ട് പരിണമിക്കും. हमारे जीवन में वो ठंडापन लेकर आने का कारण होंगे। നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹത്തിന്റെ പകൽക്കാലമാകുവാൻ സമർപ്പണത്തോടെ നമുക്കായിരിക്കും. आज हमारे जीवन में अनुग्रह और आशीष का कारण होने के लिए हम लोग समर्पण के साथ उसके चरणों में बैठने का कारण हो जाए। യോഹന്നാന്റെ സുവിശേഷം यूहन्ना रचित सुसमाचार അതിന്റെ 18-ാം അധ്യായം उसका 18वां अध्याय 11 മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 11 पद से हम लोग कोई भी पढ़ेंगे। यूहन्ना रचित सुसमाचार 18 अध्याय 11ാമത്തെ വാക്യം മുതൽ 11 पद। तब यीशु ने पतरस से कहा, अपनी तलवार म्यान में रख, जो कटोरा पिता ने मुझे दिया है क्या मैं उसे ना पीऊं? ബസ്. കർത്താവായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ഈ വചനത്തോട് ഞങ്ങളോട് സംസാരിക്കണമേ. അടുത്ത സമയങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസമായി പരിണമിക്കുമാണയാക്കണമേ. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയമുള്ള കേൾക്കണമേ സ്വർഗ്ഗ നല്ല പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ സമയങ്ങളുടെ ഏറ്റവും അവസാന സമയങ്ങളിൽ प्रभु यीशु मसीह का सेवकाई का आखिरी समय पर യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് സംഭാഷിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. यीशु मसीह अपने चेलों के साथ कई जगह संपर्क करते हुए बातें करते हुए हम देखे। അപ്പോഴെല്ലാം സംസാരിക്കുന്നത് അന്തിമ ഘട്ടത്തിൽ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന വിഷമതകൾ,
പ്രതിസന്ധികൾ എന്തായിരിക്കുമെന്നാണ്. तो उन दिनों में जब भी प्रभु यीशु मसीह अपने चेलों से बातें करते थे, अंतिम दिन में उनके जीवन में क्या क्या होंगे उन बातों को वर्णन करते പ്രത്യേകിച്ച് थे. തന്നെ മരണത്തെ കുറിച്ചുള്ള നല്ലൊരു കാഴ്ചപ്പാട് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുകയുണ്ടായി. तो यीशु मसीह का मृत्यु के बारे में अच्छी रीति से यीशु मसीह ने अपने चेलों को जानकारी दिया. നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശുവും തന്റെ ശിഷ്യന്മാരുമായി നടത്തിയതായ ആ സംഭാഷണങ്ങളുടെ പശ്ചാത്തലങ്ങൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ हम കഴിയും. जब पढ़ते समय यीशु मसीह अपने चेलों के साथ जब भी जहां जहां उन लोग संपर्क किया, जहां जहां बातें किया, इन सब बातों को वर्णन करने का कारण हुआ. എത്തരത്തിലുള്ള ഒരു മരണമാണ് ഞാൻ വരിക്കാൻ പോകുന്നത്, അതിന്റെ കാരണം എന്താണ്, അങ്ങനെ മരണത്തിന്റെ ആവശ്യകത എന്താണ്, ഈ വിഷയങ്ങളെല്ലാം കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. प्रभु यीशु मसीह ने अपने चेलों से अपने मृत्यु के बारे में कितना उसमें दर्द, जो दुख, जो तकलीफ, जो कष्ट, जो परेशानी और क्या कारण है, क्या वजह है, उन सभी बातों को वर्णन करते हुए वहां पर देख सकते ഒന്നുകൂടെ हैं. പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മരണസമയത്ത് ഞാൻ കൊലക്കളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, എന്റെ കാലുകൾ ഞാൻ പന്നമെന്നെ അങ്ങോട്ട് അടുപ്പിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത്, എന്തുമാത്രം നിങ്ങൾ ആ വിഷയത്തെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി തന്നെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി സംസാരിച്ചു കഴിഞ്ഞു. यीशु मसीह ने अपने चेलों से अपने मृत्यु के बारे जो हर एक कदम जब आगे आगे बढ़ाते समय, उस दर्द की ओर बढ़ते समय हमारे जीवन में और तुम लोग के जीवन में उस समय तुम लोग किस प्रकार उसका सामना करेंगे, कैसे उस बातों को तुम लोग सहेंगे और कैसे देखेंगे. എന്നിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കിയാണ് പത്രോസ് ഇവിടെ. इस बातों को बोलने के बाद भी वहां हम देखते कि पतरस उस समय भी एक समस्या खड़ा कर दिया. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ആ കേട്ട ഒരു കാര്യവും മനസ്സിൽ വെക്കാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ അവിവേകത്തിന്റെ ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി കഴിയുകയാണ്. हम देखते हैं इतना सब बातें करने के बावजूद कुछ क्षण के बाद ही हम देखते हैं कि पतरस के जीवन में कैसे एक उत्तेजना, कैसे जागृति उनके जीवन में आया. उत्तेजना नहीं है यार, एक उनको हाँ उत्तेजना मतलब किस प्रकार जो है वो अपने आप में हो करके ആവേശം എന്നാണ് മലയാളത്തിൽ പറയുന്നത്, അനാവശ്യ ഉത്സാഹം ഉनके जीवन में आया. അതായത് അനാവശ്യമായ ഒരു ഉത്സാഹം ഈ പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. जो ना होने वाले बातें उनके जीवन में उस समय प्रकट होने का कारण हो गया. മൂന്ന് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. तीन विशेष बातें इस भाग में हम पढ़ सकते हैं. ഒന്ന്, पहला, അപ്പോസ്തലനായ അല്ലെങ്കിൽ പത്രോസ്, ശിഷ്യനായ പത്രോസിന്റെ जो पतरस के जीवन में ആവേശം, जो उसका आवश्यकता या ഉത്സാഹം, അനാവശ്യ ഉത്സാഹം, जो ना होने वाला उत्साह जो उनके जीवन में होने का कारण हो गया. രണ്ടാമത്തെ വിഷയം, दूसरा जो विषय है, പത്രോസിൽ കടന്നു വന്ന പ്രതികാര ചിന്ത. जो पतरस के जीवन में जो प्रतिशोध जो आया उस विषय को हम देखते हैं. പ്രതികാര ചിന്ത, जो एक പൾട്ടാ ലേനെ का जो വിഷയം. पलटा लेने का विषय है उसके जीवन में आया. മൂന്നാമത്തത് तीसरा विषय है പത്രോസിന്റെ പരിജ്ഞാനമില്ലാത്ത ശുഷ്കാന്തിയാണ്. जो हम देखते हैं कि निर्बुद्धि के समान उनके जीवन में एक बातें आने का कारण हो गया. ഈ മൂന്ന് കാര്യങ്ങളും പഠിക്കാൻ നമുക്ക് ഒത്തിരി സമയം വേണം. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ സംക്ഷിപ്തമായ ചില കാര്യങ്ങൾ ഇതിന് ഓടിച്ച് പറഞ്ഞ് इन അവസാനിപ്പിക്കാം. तीन बातों को हम लोग समझने के लिए बहुत समय लगेंगे, परंतु संक्षिप्त में मैं इन बातों को बताने के लिए चाहूंगा. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യമായി ഇൻട്രഡക്ഷൻ തന്നെ പറഞ്ഞത്. तो इस बातों को समझने के लिए मैं पहले से आपको इस बातों को ഒരു जानकारी दिया. പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നിങ്ങൾ അതിനെ പ്രതികരിക്കണമെന്ന് യേശു തന്റെ ശിഷ്യന്മാരെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി. एक समस्या हमारे जीवन में जब आते समय उसका हम किस प्रकार सामना करना है, उन बातों को यीशु मसीह എങ്ങനെ बताने का कारण हुआ. സംയമനം പാലിക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകി. अच्छी रीति से यीशु मसीह ने समझाने का कारण हो गया. कोई समस्या, कोई मुसीबत आते समय हम किस प्रकार उसको सामना करना അപ്പൊ है. എന്താ സംഭവിച്ചതറിയാമോ? वहाँ क्या घटना हुआ? യേശുവിനെ പിടിക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ സേവകന്മാരും അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് പട്ടാളക്കാരും ഒരു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കടന്നു വന്ന ഗെത്സമന തോട്ടത്തിലെ സംഭവങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. गतसमनी के बाद में हम देखते हैं कि किस प्रकार पुरोहित और किस प्रकार सेना सब मिलकर वहां आने का कारण हो गया यीशु मसीह को पकड़ने के लिए. യേശുവിനെ പിടിക്കാൻ വേണ്ടി മഹാപുരോഹിതന്റെ സേവകന്മാർ കരങ്ങൾ നീട്ടുകയാണ്. हम देखते हैं कि महापुरोहित यीशु मसीह को पकड़ने के लिए हाथ को बढ़ाते हैं തന്റെ ശിഷ്യന്മാരെല്ലാം കൂടെയുണ്ട്. और उसके चेले चारों ओर से उसके പക്ഷേ साथ हैं. ഇവിടെ പത്രോസ് അവിവേകം കാണിക്കുന്നു. हम देखते हैं ये पत्रों से कुछ जल्दीबाजी दिखा रहा है. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും
എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. हम देखते हैं कि हर एक बातों में पतरस को हम देखते हैं, नेगेटिव जो पॉजिटिव है उस बातों को पतरस को देख सकते हैं. യേശുവിന്റെ ആ ഒരു ടീമിൽ പത്രോസ് ഇല്ലായിരുന്നെങ്കിൽ ആ ടീം ഒരു ഉറങ്ങിയ ടീമായിട്ട് മാറ്റപ്പെട്ടു. अगर उस टीम में अगर पतरस नहीं होने से हम देखते हैं सोया हुआ एक मरा हुआ अवस्था हम देख सकते हैं बाकी लोगों को. എല്ലാറ്റിനും ആക്റ്റീവാണ് അദ്ദേഹം. हम देखते हैं हर एक कार्य में उत्तेजना और जागृति रहते हैं. ഒത്തിരി ആക്റ്റീവ് ആണെങ്കിലും ഒത്തിരി നെഗറ്റിവിറ്റിയിൽ ഒത്തിരി ഉള്ള ഒരു മനുഷ്യനാണ്. हम देखते हैं बहुत ही जागृति होने के बाद भी बहुत नेगेटिव भी उसके जीवन में देख सकते हैं. പത്രോസിനോട് കർത്താവ് നേരത്തെ പറഞ്ഞു, മോനെ അടുത്ത സമയങ്ങളൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നീ ഒന്ന് സംയമനം പാലിക്കണം. हम देखते हैं कि पतरस से यीशु मसीह ने कहा अगला क्षण हमारे जीवन में स्वरूप बातें होंगे, परंतु तुम बहुत धीरज धारना है. हाँ प्रभुजी എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരന്റെ മുന്നോട്ട് പോയതെങ്കിലും हाँ तो बोला ठीक है प्रभु जी कोई बात नहीं, मैं सब कुछ देखूंगा. ഗെത്സമനിയുടെ ആ വേദനയുടെ അനുഭവത്തിൽ മഹാപുരോഹിതന്റെ സേവകന്മാർ യേശുവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ പത്രോസ് പിന്നെ ഒന്നും ഓർത്തില്ല. जब देखते महापुरुष के सेवक लोग जब यीशु मसीह को पकड़ने के लिए जब आया, पतरस वहां पर कुछ ना सोचते हुए പത്രോസ് തന്റെ ഉറയിൽ നിന്നും വാളെടുത്ത് മഹാപുരോഹിതനെ കൊല്ലാൻ വേണ്ടി വെട്ടി. हम देखते हैं कि पतरस अपना तलवार खींचा और हम देखते हैं कि सेवक को चलाने का कारण उनके മഹാപുരോഹിതന്റെ സേവകനെ അവൻ വെട്ടുവാൻ കണ്ടപടിയായി. हम देखते हैं कि सेवक को काटने का कारण हो गया. ഹലോ, എല്ലാവരും കൂടെ ഉണ്ടോ? हेलो, ഇപ്പൊ പാസ്റ്റർ അങ്ങനെ ചെയ്തോ എന്നാ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അല്ലേ? आप लोग सोचते होंगे क्या इस प्रकार के क्या काट दिया है? യേശുവിന്റെ ശിഷ്യന്മാർ അങ്ങനെ ഉഗ്രവാദികളാണോ? क्या यीशु मसीह के चेले लोग उग्रवादी था? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് ഉഗ്രവാദി ഒന്നും ആയതുകൊണ്ടൊന്നും അല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ പത്രോസിനെ അവന് പിടിച്ചു നിർത്താൻ പറ്റാതെ വന്ന. तो कुछ ऐसा परिस्थिति आया, ऐसा समस्या आया, पतरस अपने आप को नियंत्रण नहीं कर सका. അവിടെ മറ്റു പല ശിഷ്യന്മാരും ഉണ്ട്, वहाँ और भी चेले लोग थे, അവരുടെ കയ്യിലും വാളുണ്ടായിരിക്കാം. उन लोगों के हाथ में शायद तलवार हो കാരണം सकता है. അന്നത്തെ സമയത്ത് उन दिनों के समय पर വാള് പെർമിറ്റ് ആണ്. हम देखते हैं कि तलवार हर एक का हाथ കാരണം में होता है. ഒരുപാട് ആളുകൾ അവരെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ കൊള്ളക്കാരുള്ള ഒരു സമയമാണ്. उस समय हम देखते हैं कि इस प्रकार का हमेशा कहीं ना कहीं कोई शत्रु उठ खड़ा होते हैं, कोई ना कोई चोर वहां पर आ जाते हैं, तो उनके हाथ में हमेशा एक तलवार रहते हैं. ഇപ്പോഴത്തെ ഉള്ള വെട്ടിതെളിച്ച സ്ഥലമൊന്നുമല്ല, കാടും മേടുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത്. इस समय का जगह अवस्था नहीं, तो उसमें जंगल की अवस्था उस समय थे ज्यादा. വളരെ ജാൻവർ അവിടെയുണ്ട്, बहुत से जानवर हो सकते हैं. ഒരുപാട് വിഷയമുള്ളത് കൊണ്ട് അവിടെ വാൾ അവർക്ക് പെർമിറ്റ് ആണ്. तो कई तरह का समस्या उन लोगों के सामने है, इसलिए हमेशा उन लोग के हाथ में तलवार रहते हैं. പക്ഷെ യേശുവിന്റെ ശിഷ്യന്മാരുടെ വാള് മഹാപുരോഹിതന്റെ സേവകനെ വെട്ടാൻ വേണ്ടി ഉണ്ടായിരുന്നതല്ല. परंतु यीशु मसीह के चेले के हाथ में जो तलवार जो थे, उस महापुरुष के सेवक को काटने के लिए नहीं रखा गया था. യേശുവിനെ പിടിക്കുന്ന സമയത്ത് പത്രോസ് തന്റെ വാളെടുത്ത് മഹാപുരോഹിതന്റെ സേവകനെ വെട്ടുവാൻ കടപടിയായി. हम देखते हैं कि उस समय पतरस अपने तलवार को खींचा और महापुरुष के सेवक को काटने का कारण हो അപ്പൊ गया. യേശു പറഞ്ഞ ഒരു വാക്യമാണ് നിങ്ങൾ ഇവിടെ വായിച്ചു കേട്ടത്. और इस समय जो हम लोग वचन जो पढ़े हैं, यीशु मसीह ने जो कहा उस बात को വാക്യം यहाँ पर ഒന്നുകൂടെ पढ़ें. വായിക്കാമോ? 11ാമത്തെ വാക്യം. तब यीशु ने पतरस से कहा, अपनी तलवार म्यान में रख. अपनी तलवार म्यान में काटी में रख. हालेलुया. നിന്റെ വാള് നീ ഉറയിൽ വെക്കുക. यहाँ हम देखते हैं कि अपनी तलवार को म्यान में रख करके यीशु मसीह ने कहने का कारण हो गया पतरस से. 2024 നമ്മുടെ തൽവാർ എല്ലാം നമുക്ക് നമ്മുടെ മിയാമിൽ നമ്മുടെ ഉറയിലേക്ക് നേടാൻ എത്ര പേർക്ക് താല്പര്യം? 2024 में इस तलवार का म्यान कितने लोग इस म्यान के अंदर रखने के लिए तैयार होंगे 2024 में? അവരുടെ വാളിൽ നോക്കിക്കേ, വാളും നോക്കിക്കേ, आप എല്ലാവരും अपने तलवार को देखे, सब लोग अपने अपने तलवार को सभी को अपने अपने तलवार को देखने का कारण हो जाए. सब लोग देखना, अपने तलवार को देखना. सभी को अपने तलवार को देखना है. നിങ്ങളുടെ തൽവാർ എന്താ? കഴിഞ്ഞ 23ാമത്തെ വർഷം 2023 നമ്മൾ ഒത്തിരി തൽവാർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. और 2023 में हम लोग अनेकों का हाथ में अनेक प्रकार का तलवारें थे. ആ തൽവാർ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തേ? उस तलवार के द्वारा आप क्या क्या इस्तेमाल किया? 2024 തൽവാർ നിങ്ങളുടെ കയ്യിലുണ്ട്. 2023 का तलवार हम लोग के हाथ में നമ്മുടെ है. കരങ്ങളിൽ ആ തൽവാർ ഉണ്ട്. हम लोग के हाथ में वो तलवार है. പക്ഷെ ആ തൽവാർ എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത് എന്നത് വളരെ ശക്തമായ ഒരു ചോദ്യമാണ്. तलवार को आप किस ढंग से किस तरीका से इस्तेमाल करता है, ये एक बहुत बड़ा क्वेश्चन है यहाँ पर. 2024 തൽവാർ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? और 2024 में उस तलवार को किस लिए उपयोग में लेकर आना है? സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ
ഡീറ്റെയിൽസിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നില്ല. समय बहुत ही कम होने के कारण उसके गहराई में मैं नहीं जाने चाहता हूँ। പത്രോസിന്റെ ആവേശത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. पत्रस का जरूरतों को वहाँ पर हम देख सकते हैं। പത്രോസിന്റെ വാളിന് വലിയ പ്രാധാന്യതയുണ്ട്. तो पत्रस का जो तलवार है उसका बहुत महत्वपूर्ण है। പത്രോസ് അന്ന് ഈ മഹാപുരോഹിതന്റെ സേവകനെ വെട്ടിയ തൽവാർ ഉണ്ടല്ലോ, ആ വാൾ ഇപ്പോഴും ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. जो पत्रस के हाथ में जो तलवार था अभी भी म्यूजियम में रखा हुआ करके सब कहते हैं, उसे संभाल के रखा हुआ है। പത്രോസ് ഉപയോഗിച്ച വാള് 968 ബിഷപ്പ് ജോൺ എട്ടാമൻ പൊൾസാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ബിഷപ്പ് ജോർജിന് ഇത് ഗിഫ്റ്റ് ആയിട്ട് നൽകിയുണ്ടായി. देखते हैं परमेश्वर दास ने जो कहा उस तलवार को अभी भी किसी एक व्यक्ति के हाथ में देके उसको वहां पर रखने का कारण हो गया है। ഇപ്പോഴും ആ തൽവാറിലെ വാള് ഈ പൊൺസനിൽ അവിടെ ഒരു കത്തീഡ്രലില് അവിടെ ഗാലറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. अभी भी उसे अच्छी रीति से सुरक्षित रखा, संभाल कर रखा है, गैलरी में रखने का कारण हो गया है। ആർക്കെങ്കിലും വേണോ വാള്? तो किसी को चाहिए वो तलवार? ഈ നമ്മുടെ പത്രോസ് വെട്ടിയ തൽവാർ ഇപ്പോഴും ഉണ്ട്. पत्रस जो तलवार जो चलाया वो तलवार अभी भी रखा हुआ है सुरक्षित। എന്റെ അഭിപ്രായത്തിൽ हमारे കാണാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. उससे तलवार ना दिखे तो अच्छा करके मैं सोचता हूँ, കാരണം അതിലേക്കാളും വലിയ തൽവാറല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. उससे भी बड़ा तलवार हम लोग हाथों में परमेश्वर ने दिया हुआ है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ ഈ വിഷയത്തെ അതിനെ നമ്മൾ അനലൈസ് പഠിക്കുമ്പോൾ जब इस विषय को लेकर हम अलग रीति से जब बातें करते समय सोचते समय ഈ തൽവാർ ഈ ഉപയോഗത്തിന്റെ ആ പ്രത്യേക സമയത്ത് യേശു പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. इस समस्या के समय पर यीशु मसीह ने जो कहा हुआ बातें बहुत महत्वपूर्ण है। പത്രോസ് നിന്റെ വാൾ നീ ഉറയിലിട്ട് കൊള്ളുക. पत्रस तू अपने तलवार को म्यान में रख, ഇതിന്റെ പിന്നാലെ വലിയ റീസൺസ് ഉണ്ട്. क्योंकि इसके पीछे बहुत बड़ा रहस्य है। യേശു പറഞ്ഞ കാര്യത്തിന്റെ പിന്നാലെ വലിയൊരു രഹസ്യമുണ്ട്. तो प्रभु यीशु मसीह ने जो कहा हुआ उसके पीछे बहुत बड़ा एक रहस्य है। ഒരു 10-15 മിനിറ്റോടെ കഴിഞ്ഞ് ഞാൻ ആ വിഷയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 10-15 मिनट के अंदर वो विषय बोल के मैं जल्दी से बैठने के लिए चाहूंगा। ആദ്യമായി ഇദ്ദേഹത്തിന്റെ ആവേശത്തിന് ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. अब सबसे पहले इसके जरूरतों का आवश्यकता के बारे में हम देखेंगे। കുറെ സമയങ്ങൾ എപ്പോഴും വലിയ ആക്റ്റീവോടുകൂടെ നിൽക്കുന്ന പത്രോസിന്റെ ജീവിതം പരാജയത്തിന്റെ പടുകുഴിയിലാണ് സമയങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി. पत्रस के जीवन में हम देखते बड़ी जागृति और उत्साह के साथ रहते समय बड़ा एक हरा हुआ अवस्था, एक गिरा हुआ अवस्था हम देख सकते हैं। എല്ലാ മനുഷ്യനും 3 പ്രത്യേകമായ ഘട്ടങ്ങളുണ്ട്. हर एक मनुष्य के जीवन में 3 तरह का भाग है करके हम देख सकते हैं। ആദ്യത്തെ സമയം എന്ന് പറയുന്നത് അതിന്റെ ഉദ്ഘാടന സമയമാണ്, ആരംഭ സമയമാണ്. पहला हम देखते हैं कि आरंभ के समय, उद्घाटन के समय, അത് കുറച്ചാളിന് മുന്നോട്ട് പോകും. थोड़ा दिन आगे बढ़ते जाते പിന്നെ हैं। രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പരിശോധനയുടെയും പരാജയത്തിന്റെ ഘട്ടങ്ങളാണ്. दूसरा जो भाग हम देखते हैं परीक्षा के घड़ी है और बड़ी समस्या के घड़ी है। മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് तो तीसरा जो भाग है വിജയത്തിന്റെ ഘട്ടമാണ്. विजय का समय है। അപ്പൊ ആരംഭം, आरंभ, പിന്നെ പരാജയത്തിന്റെ ഒരു സമയം, फिर एक हरा हुआ अवस्था हम देख सकते हैं, പിന്നെ വിജയത്തിന്റെ ഒരു സമയം. फिर हम देखते हैं कि विजय का एक समय। പത്രോസിനും ഈ 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. पत्रस के जीवन में इन तीनों बातें थे। ഇല്ല വാസ, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ഘട്ടമൊന്നും ഇല്ലെന്നുള്ള ആരെങ്കിലും ഉണ്ടെന്ന് സ്വന്തം അറിയാമോ? हम लोग कोई कह सकते कि नहीं ऐसा हमारे जीवन में नहीं था करके कोई। നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ 3 ഘട്ടങ്ങളുണ്ട്. അത് ഈ പത്രോസിനും ഉണ്ടായിരുന്നു. और हम सभी के जीवन में 3 तरह का परिस्थिति सभी के जीवन में आते हैं। ആദ്യത്തെ ഘട്ടത്തിൽ പത്രോസ് ഇങ്ങനെ വളരെ ശക്തമായി ഇറങ്ങി പുറപ്പെടുന്ന ഒരു സമയം. पत्रस का पहला समय हम देखते हैं बड़ा खुशी और आनंद के साथ, उत्तेजना के साथ कार्य के लिए निकलते हैं। മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം പഠിക്കുന്ന സമയത്ത് 26 മുതൽ 31 വാക്യം വായിക്കുമ്പോൾ मत्ती रचित सुसमाचार 14 अध्याय പത്രോസ് ഇങ്ങനെ നോക്കിയാണ്. അതായത് 14-ാം അധ്യായത്തിന് 26 വാക്യം നിങ്ങൾ 26 നോക്കണം. पद से हम जब देखते समय ഒരു രാത്രിയിൽ ഇങ്ങനെ വെള്ളത്തിലൂടെ യേശു നടന്നു വരുന്നത് പത്രോസ് കാണുന്നു. एक रात में पत्रस से देख रहे कि यीशु मसीह पानी में चलते हुए आ रहे हैं। അപ്പൊ പത്രോസിന്റെ കൂടെ മറ്റു ശിഷ്യന്മാരും അവരുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. और उस समय हम देखते हैं कि पत्रस के साथ और भी चेले उनके साथ मिलकर यात्रा कर रहे हैं। ആർക്കുമില്ലാത്ത ഒരു ആഗ്രഹം പത്രോസിന്. तो किसी को जो इस प्रकार के एक आग्रह इच्छा नहीं था, पत्रस के जीवन में एक आग्रह आया, പെട്ടെന്ന് വേഗത്തിൽ വെള്ളത്തിൽ നടക്കണം. जल्दी से उसको पानी में चलना है। उसे भी ഈ ആഗ്രഹം തെറ്റാണോ? क्या ऐसा आग्रह क्या गलत है? അത് തെറ്റാണോ? ये आग्रह गलत है क्या? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് ഒരിക്കലും തെറ്റല്ല. इस प्रकार की एक इच्छा, एक आग्रह कोई गलत नहीं है। വിശ്വാസത്തിന്റെ ശക്തിയോടെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പല റിസ്കുകൾ എടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. विश्वास के साथ हम जब आगे बढ़ते समय कई बातें हमें रिस्क लेना पड़ता है। അങ്ങനെ റിസ്ക് എടുത്ത വ്യക്തിയാണ് പത്രോസ്. ऐसा एक बातों को
पतरस अपने जीवन में रिस्क लेने का कारण हो गया। വെള്ളത്തിന്റെ പുറത്തുകൂടെ യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസിന്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹം, എനിക്ക് നടക്കണം. जब पतरस ने देखा कि यीशु मसीह पानी के ऊपर चलते हुए आ रहा है, उसके भी हृदय में एक आग्रह हुआ कि मैं भी पानी में നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നമ്മുടെ പാസ്റ്റർമാർ വിശ്വാസികളൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാലോ എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ സംഭവിച്ചത്? अगला क्षण क्या हुआ उनके जीवन में? പത്രോസ് വെള്ളത്തിൽ താഴാൻ വേണ്ടി തുടങ്ങി. पतरस पानी में डूबने का कारण हो रहा है। ചോദ്യം, പത്രോസ് അങ്ങനെ ചെയ്ത് തെറ്റാണോ? क्या पतरस ऐसा जो किया वो गलत था? അല്ല. नहीं। തെറ്റെവിടെയാണ്? गलत कहाँ हुआ? അദ്ദേഹത്തിന്റെ ആവേശത്തിന്റെ പുറത്താണ് തെറ്റ്. उसके जो आग्रह के ऊपर जो कमी का कारण होने का। കർത്താവ് പറഞ്ഞില്ല, വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നു. अब यीशु मसीह नहीं कहा कि चला आओ करके, പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടക്കണമെന്നുള്ളത്. उसकी जो आग्रह था कि हमें चलना है पानी में। രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രശ്നം, और दूसरा जो समस्या, ആദ്യം ഉണ്ടായ വിശ്വാസി ഇറങ്ങിയപ്പോ ഇല്ലാതെ വന്നു. हाँ, जो विश्वासी जो निकलना था नहीं निकल അത് सका। പറഞ്ഞ് എല്ലാവരുടെ ജീവിതത്തിന്റെ ഘട്ടത്തിൽ 3 ഭാഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. हमने इसीलिए कहा कि हर एक का जीवन में 3 भाग है। ഇറങ്ങാനുള്ള ഒരു ആഗ്രഹം അത് ഒന്നാമത്തെ ഘട്ടമാണ്. जो निकलने का एक आग्रह जो पहला भाग जो है, ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ പ്രശ്നം, അത് രണ്ടാമത്തെ ഘട്ടമാണ്. जो निकलने के बाद जो समस्या आता है उसका सामना करने का दूसरा भाग हम देख सकते हैं। നമുക്കൊരു 60 വയസ്സ് വരെ ജീവിക്കുന്നിരിക്കട്ടെ. हम लोग 60 साल तक हम लोग നമ്മുടെ जिंदा रह ശുശ്രൂഷയിൽ ഒരു ശുശ്രൂഷയിൽ 50 വർഷം വരെ നമ്മൾ നിൽക്കുകയാണ്. और एक सेवकाई में 50 साल तक हम लोग खड़ा है। ആദ്യത്തെ ഒരു 10-15 വർഷം ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ്, जो पहले का 15 साल हम देखते स्टार्टिंग पॉइंट। പിന്നെ അടുത്ത കുറെ വർഷങ്ങൾ ഈ പരാജയത്തിന്റെയും പ്രശ്നത്തിന്റെയും സ്ട്രഗിളിന്റെയും സമയങ്ങളാണ്. उसके बाद के सालों को हम देखते कितना समस्या का सामना करते हुए आगे बढ़ने का कारण होता എന്നെ है। കേൾക്കുന്ന പല പ്രിയമുള്ളവരും ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പൊ ഈ രണ്ടാമത്തെ ഘട്ടത്തോട് യാത്രയിലാണെന്നുള്ള കാര്യം മറക്കരുത്. तो हम लोग सभी को समझना है, जो हम लोग सेवक जो है सभी प्रियजन इन बातों को समझना है कि हम लोग दूसरा भाग में। പക്ഷെ ഇവിടെ നിങ്ങൾ പരാജയപ്പെടുകയില്ല. परंतु അത് കാരണമുണ്ട്. നിങ്ങളെ വിളിച്ചിറക്കിയ കർത്താവ് വിശ്വസ്തനാണ്. മൂന്നാമത്തെ ഘട്ടം അത് വിജയത്തിന്റെ ഘട്ടമാണ്. ഹല്ലേലൂയ. बुलाया हुआ परमेश्वर विश्वासियों को परमेश्वर है, आपका आगे का कोई विजय का कारण होंगे। മൂന്നാമത്തെ ഘട്ടത്തിൽ കാലെടുത്ത് വെച്ചിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? तीसरा भाग में बड़े हुए कोई व्यक्ति जीवन है। വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ മുൻപോട്ട് കാലുകൾ വെച്ചു, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? विश्वास के साथ आप कदम बढ़ाया, परंतु अभी आपका परिस्थिति अवस्था क्या है? വാൾ ഇപ്പോഴും കൈയിടിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നു, വാൾ നീ അങ്ങ് അകത്ത് വെച്ചോ, നിന്റെ വിശ്വാസത്തിന്റെ യാത്ര തീർന്നിട്ടില്ല, മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നീ യാത്ര ചെയ്യുകയാണ്. अब जो उसमें हम देखते हैं यदि तलवार अभी भी हाथ में है तो उसे म्यान में रखने के लिए यीशु मसीह कहते हैं, क्योंकि विश्वास में आगे बढ़ना तीसरा भाग आपके लिए बाकी है। പത്രോസിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു എടുത്തുചാട്ടം. पतरस के जीवन में हम देखते हैं हमेशा उछलना और खुदकना है। ആ വിഷയത്തിൽ താൻ പരാജിതനായി മാറ്റപ്പെടുകയാണ്. हम देखते हैं कि उस समय हम देखते हैं किस प्रकार हरा हुआ अवस्था उनके जीवन में आते हैं। മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ जब मत्ती ने सुसमाचार 4 अध्याय में आते हैं 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കുഴപ്പം നമുക്ക് അറിയാവുന്ന വിഷയമാണ്. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഷീമോൻ പത്രോസിനെ കാണാൻ കഴിഞ്ഞു. जब यीशु मसीह इस प्रकार जब यात्रा करते समय हम देखते सीमोन पतरस को पर नजर आया, आने का कारण हो गया। യേശു പറഞ്ഞു, ഷീമോനെ നീ എന്റെ കൂടെ വരാൻ പറഞ്ഞു. यीशु मसीह ने पतरस से कहा, सीमोन मेरे साथ आ जाओ। നല്ല ലാഭമുള്ള ജോലി ചെയ്യുന്ന സമയത്താണ് യേശു തന്നെ വിളിക്കുന്നത്. अच्छा लाभदायक बिजनेस करते समय वहां से यीशु मसीह उसे बुलाते हैं। ശ്രദ്ധിച്ച് കേൾക്കണേ. हमें सब ध्यान से सुने। നല്ലൊരു ഫിഷർമാനാണ് ഈ പത്രോസ്. अच्छा एक मछुआरा होते हुए യേശു വിളിച്ചു, प्रभु यीशु मसीह ने बुलाया, പുള്ളി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. फिर इधर उधर ना देखते हुए അവിടെ കടന്ന് തുറന്ന് ഏകദം അപ്പോൾ വിളി കേട്ട ഉടനെ തന്നെ സഹോദരനെ കൂട്ടി യേശുവിന് പിന്നാലെ പോവുകയാണ്. हम देखते हैं उसी क्षण इधर उधर ना देखते हुए ना सोचते हुए अपने भाई को लेकर उनके साथ ഒന്നും ചിന്തിച്ചില്ല. कुछ भी नहीं चिंता ഇനി എന്താ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്ന അതിനെ കുറിച്ച് ഒരിക്കലും അറിയായില്ല. अगला क्षण क्या होंगे करके ना सोचते हुए ना व्याकुलता होते हुए निकल चला। കുറച്ചു കാലം കഴിഞ്ഞപ്പോ जब कुछ दिनों के बाद അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. तो उसके दूसरा भाग में ആ आने का വാക്യം ഒന്ന് कारण വായിക്കണം ദയവായിട്ട്. उस भाग का हम लोग മാത്യു पढ़ेंगे। 19:27 എന്ന് വായിച്ചേ. മത്തായി 19:27 വാക്യം 19 का 27 पद हम लोग पढ़ेंगे। വായിച്ചോട്ടെ. പത്രോസ് അവനോട്, ആഹാ, ഞങ്ങൾ സകലവും വിട്ടു നിന്നെ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. എന്ത് കിട്ടും എന്ത് കിട്ടും എന്ന് ചോദിക്കുക. यहाँ पर पतरस ने कहा, मैं सब कुछ छोड़ के तेरे पीछे आया, मुझे क्या मिलेगा? ഒരു 2-3 വർഷം മുമ്പ്
2-3 साल ഇദ്ദേഹത്തെ पहले വിളിച്ചപ്പം ഇതൊന്നും ചോദിച്ചായിരുന്നു? എന്ന് കിട്ടുമോ ചോദിച്ചോ? 2-3 साल पहले आपको जो बुलाया था, क्या आपने ये सब पूछा? വിളിച്ചപ്പം പുള്ളി തന്റെ വീട്ടിൽ പോയി. എനിക്ക് തോന്നുന്നു പുള്ളി ഭാര്യയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. വീട്ടിൽ പോയി ഭാര്യയോട് പോലും ചോദിച്ചില്ല, അപ്പനോട് ചോദിച്ചില്ല, വള്ളവും വല എല്ലാം വിട്ട് കളഞ്ഞിട്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി വന്നു. പക്ഷെ ഇപ്പം ചോദിക്കുക, 2-3 വർഷം കഴിഞ്ഞപ്പോ ചോദിക്കുക, നിങ്ങൾക്ക് എന്തോ കിട്ടും? जब यीशु मसीह ने जब उसे बुलाया, उस समय ना अपने पत्नी से, ना अपने माता पिता प्रियजनों से, किसी से ना पूछते हुए निकल चला. परंतु 2-3 साल बाद अभी यीशु मसीह से पूछते हैं कि मुझे क्या मिलेगा. എനിക്ക് തോന്നുന്നു അങ്ങനെ ചോദിക്കുന്ന കുറെ ആൾക്കാർ ഇന്ന് ഇവിടെ ഉണ്ട്. हाँ, ऐसा पूछने वाला कई व्यक्ति जीवन यहाँ पर है. എന്തോ കിട്ടി ഇതുവരെ? आज तक क्या मिला है? ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയോ? सेवकाई करते समय हमें क्या मिला है? വിശ്വാസിയായി ജീവിച്ചിട്ട് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ? विश्वासी होकर जीवन व्यतीत करने के बाद भी कुछ हमें प्राप्त हुआ क्या? എപ്പോഴും പ്രതികൂലം മാത്രമല്ലേ? हर एक प्रतिकूल अवस्था में हम लोग जीवन व्यतीत करता रहा. എപ്പോഴും രോഗവും ദുഃഖവും മാത്രമല്ലേ हर ഉള്ളത്? एक समय दुख और कष्ट और परेशानियां. ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്നവരല്ലേ പലരും? हर एक तरह का हमें विजय कभी प्राप्त नहीं कर सका, इस प्रकार का निराश की अवस्था में चलते रहा. എത്ര ദൈവദാസന്മാർ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട്? कितना परमेश्वर का दास है जो अपना निजी भवन नहीं है. എത്ര വിശ്വാസികൾ നിങ്ങൾ ദീർഘവർഷങ്ങൾ ജോലി ചെയ്തിട്ടും നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയാതെ ആ നിരാശയോട് നോക്കുന്ന എത്ര പേര് ഇന്ന് कितने പകൽക്കാലം? विश्वासी भाई बहन हम देखते हैं, इतना मेहनत करने के बावजूद भी अपने कुछ धन राशि अभी तक जमा नहीं कर सका. നമ്മളെല്ലാം ഒന്ന് പുറകോട്ട് എപ്പോഴും ചിന്തിക്കുന്നവരാ. हम लोग पीछे की ओर हमेशा चिंता എന്താണ് करने നമുക്ക് वाला है. ലഭിച്ച നമ്മുടെ ലാഭം എന്താ? हमें क्या मिला, हमें क्या लाभ हुआ? പത്രോസിന് മാത്രമല്ല നമുക്ക് കൂടെയുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുക, കർത്താവേ ഞാൻ ഇത്ര കാലം നിന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് എന്ത് ലഭിച്ചു? ये खाली पत्रस का क्वेश्चन ही, हम सभी का जीवन में इस प्रकार का क्वेश्चन, मैं तेरे लिए जिया, तेरे राह में चला, मुझे क्या मिला? ഇനി നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടപ്പറപ്പുകൾ ആരെങ്കിലും നമ്മോട് ചോദിക്കും. हम लोग नहीं पूछा था, हम लोग साथ में रहने वाला कोई ना कोई पूछेंगे. കൂടപ്പറപ്പുകൾ ചോദിച്ചില്ലെങ്കിൽ കൂടെ ഉള്ളവൾ ചോദിക്കും. जो हम लोग के साथ रहने वाला नहीं तो उनके साथ और कोई जो है उन लोग कोई पूछेगा. നമ്മുടെ അയൽവക്കക്കാർ നമ്മോട് ചോദിക്കും, हम लोग का पड़ोसी लोग हम लोग से पूछने का कारण हो നിനക്ക് जाएंगे. എന്ത് ലാഭം കിട്ടിയത്? आप लोग को क्या लाभ मिला? ഓ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, जो आप बोलने के लिए चाहते हो प्रियजन, നിങ്ങൾ എന്ന് പറയുന്ന മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല. तीसरा भाग में हम लोग नहीं पहुंचे प्रियजन. ഹല്ലേലൂയ. हालेलुया. മൂന്നാമത്തെ ഘട്ടം നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. तीसरा भाग आपका इंतजार कर रहे हैं. അതിനു മുൻപ് ഒരു ഗഡബഡിയും കാണിക്കരുത്. इसके बीच में कोई हेराफेरी ना करे, ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല. जल्दबाजी ना करे. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഉയരത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. आपके लिए कार्य करने वाला हमारा परमेश्वर आपका എന്റെ കർത്തദാസന്മാരെ, നിങ്ങൾ ആരെങ്കിലും ഈ വചനം എടുത്തിട്ട് നിങ്ങളുടെ തലമുറകളോ നിങ്ങളോ കഷ്ടപ്പെടുവാൻ ദൈവം അനുമതിക്കയില്ല എന്ന് സത്യസന്ധമായി എന്റെ അനുഭവത്തിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്. प्रिय परमेश्वर के दासगण, प्रियजन, इस पवित्र बाइबल शास्त्र उठाया हुआ उस महान परमेश्वर के नाम में चलने वाला परमेश्वर कभी भी आपको छोड़ेगा नहीं. എന്ത് കിട്ടുമെന്ന ചോദ്യം, जो क्या मिलेगा करके जो क्वेश्चन, അതൊരു പരാജയത്തിന്റെ ചോദ്യമാണ്. एक हरा हुआ क्वेश्चन है. അതൊരു പരാജയത്തിന്റെ ചോദ്യമാണ്. ये जो हरा हुआ क्वेश्चन है, പക്ഷെ നിങ്ങൾക്കറിയാമോ, ആ ചോദ്യം ചോദിച്ച വ്യക്തിയോട് കർത്താവ് പറഞ്ഞു, പത്രോസേ, जो पूछा हुआ उस व्यक्ति से यीशु मसीह कहता है, पतरस, ഞാൻ നിന്നെ കൊണ്ട് എന്റെ സഭ പണിയാൻ പോവുകയാണ്. मैं तुम्हारे द्वारा मैं अपने कलीसिया स्थापित करूंगा. Praise the Lord. हालेलुया. ഒരുപാട് ചോദ്യങ്ങളുടെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. बहुत से प्रश्नों का बीच में, बहुत से क्वेश्चनों का बीच में ആ ചോദ്യത്തിന്റെ പിന്നിൽ പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. उन सब प्रश्नों का बीच में पीछे क्यों ना देखे. നമ്മളെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിക്കാൻ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. परमेश्वर कुछ कराने के लिए परमेश्वर का इच्छा भी ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളെ ചാർജ് ചെയ്യുകയാണ്. इस उपवास प्रार्थना आपके लिए अनुग्रह का कारण है. കമ്മീഷൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വരികയാണ്. उस आशीष हमारा बीच में आने वाला प्रियजन, ചോദ്യത്തിന്റെ മുൻപിൽ നിരാശപ്പെടാതെ जो पूछने का बीच में निराश ना हो, അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുക. अगला भाग में प्रवेश करने के लिए आप तैयार हो. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുവാൻ ചാർജ് ചെയ്യുകയോ. अगला भाग में प्रवेश करने के लिए आप चार्ज हो रहे हैं. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, हमारे सुनने वाले परमेश्वर के दास, നിങ്ങളുടെ മുൻപിലുള്ള ചോദ്യങ്ങളെ എല്ലാം പുറകോട്ട് അത് ചപ്പും ചവറും തള്ളിക്കൊണ്ട് മുൻപിലേക്ക് ഓടുക. നിങ്ങളുടെ സമയം തീർന്നിട്ടില്ല. മൂന്നാമത്തെ ഘട്ടം വന്നിട്ടില്ല. हम
आप लोग प्रश्न का सामने प्रियजन उन बातों को कूड़ा समझते हुए आगे की ओर निशानों की ओर हम दौड़ने वाले प्रियजन हो जाए। എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ കുറച്ചുകൂടെ കാത്തിരിക്കണം. क्यों क्या मिलेगा करके उस क्वेश्चन के सामने हम लोग कुछ और പക്ഷേ इंतजार അത് करना होगा। കിട്ടും, वो जरूर मिलेगा, അത് കിട്ടും. जरूर मिलेगा। ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞ് എനിക്ക് കിട്ടുമോ? और हृदय की गहराई से നിങ്ങളുടെ बोला, ഹൃദയത്തിന്റെ मिलेगा। അകത്തുനിന്ന് പറഞ്ഞ് എനിക്കത് കിട്ടാൻ പോവുകയാണ്. हृदय की गहराई से बोला, मैं मिलने जा रहा हूँ। അത് ഏത് രൂപത്താ എനിക്കറിയില്ല, किस रूप में मुझे नहीं मालूम, പക്ഷെ ഇത് കിട്ടും. परंतु मिलेगा। വിശ്വസിക്കാൻ കിട്ടും. विश्वास करना मिलेगा। 2024 ലഭിക്കട്ടെ. ऐसे जीवन में मिलने का ठान होगा। 24 കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുത്. നിന്റെ ഘട്ടം വന്നിട്ടില്ല എന്ന് മാത്രം വിശ്വസിക്കുക. अभी समय नहीं है। ആമേൻ, ഹല്ലേലൂയ. अभी तो मिलेगा। നാളുകളായി കാത്തിരിക്കുന്ന വിഷയത്തിന് മുൻപിൽ तो विषय में जो विषय के लिए इंतजार में അതിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ വിഷമിക്കണ്ട. മൂന്നാമത്തെ ഘട്ടം എത്തിയിട്ടില്ല എന്ന് മാത്രം വിശ്വസിക്കണം. जो विषय का उत्तर नहीं मिला प्रियजन उससे निराश न हो, परंतु तीसरा भाग नहीं आया करके आप सोचें। കർത്താവിന് വേണ്ടി ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ നമ്മളെ പണിയുന്ന ഒരു ദിവസം വരെ കാത്തിരിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. परमेश्वर के लिए विश्वास के साथ निकला हुआ प्रियजन बातों में निराश न हो, परमेश्वर में तीसरा भाग में ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് അല്ല. ചില വർഷങ്ങൾ കാത്തിരിക്കുക. एक दिन में होने वाला कार्य नहीं है, कुछ सालों का इंतजार करना पड़ता है। ആ വാളിലെ എടുത്തൊന്ന് ഉറയിട്ടിട്ടെ, हम उससे तलवार को निकाले, ആ വാളെടുത്ത് ഉറയിലിടുക. तलवार को मैदान में അടുത്ത रखें। ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ कुछ घंटों के बाद പത്രോസേ, നിന്നെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതി ചെയ്യുവാൻ പ്ലാനിങ് ചെയ്ത് വച്ചിരിക്കുകയാണ്. तेरे द्वारा परमेश्वर बहुत बड़ा प्लान कर रहे हैं। ആ പത്രോസിനോട് കർത്താവ്, പത്രോസേ, ഞാൻ നിന്നെ കൊണ്ട് എന്റെ സഭ പണിയിക്കും. उस पत्र से यीशु मसीह कहता है, मैं अपने कलीसिया स्थापित करूंगा। അധോലോകി फाटक उसमें प्रबल नहीं होगा. കാലം നിന്റെ മേൽ വ്യാപരിക്കുകയില്ല. अधोलोक का फाटक उसमें कभी भी प्रवेश नहीं कर सकता। हालेलुया. हालेलुया। अधोलोक का फाटक प्रबल नहीं होगा. अधोलोक का फाटक कभी भी प्रबल नहीं होगा। പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. अधोलोक का फाटक कभी भी प्रबल नहीं होगा। വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് അതൊന്ന് പറയാൻ പറ്റുമോ? विश्वास के साथ क्या വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കി പറയാൻ പറ്റുമോ? विश्वास क्या आंखों के साथ कहेंगे? എന്നെ കർത്താവ് പണിയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. പാതാളത്തിന് അതിന്റെ മേൽ അവകാശമില്ല. ആമേൻ. किस कार्य के लिए नियुक्त किया गया है, इसके लिए हम इंतजार करें प्रियजन। ഞാനിങ്ങനെ പറഞ്ഞു വിടുകയല്ല, നമുക്കത് ഏറ്റെടുത്ത് ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ആ ശക്തി ഒന്ന് ആദിച്ചെടുക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാമോ? बोल के खाली भेजने के लिए नहीं चाहता, उस शक्ति को अपने जीवन में अनुभव करें। നിങ്ങളെല്ലാവരും പാതാളത്തിൽ നോക്കിക്കേ. उससे बातों को देखें। അധോലോക फाटक को देखो. अधोलोक के फाटक को देखने का कारण हो जाए। ആ അധോലോകന്റെ പാതാളത്തിന്റെ ആ ഗേറ്റിൽ നോക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവിന്റെ കണ്ണുകൊണ്ടെന്ന് വിളിച്ചു പറയണം, പിശാചേ, ശത്രുവേ, നീയല്ല എന്നെ വിളിച്ച വിശ്വസ്തനാണ്, അവനാണ് എന്നെ ഉപയോഗിക്കുന്നത്. ആമേൻ. देखते हुए मुझे नहीं बुलाया, हमारा परमेश्वर ने ഓ बुलाया। ഹല്ലേലൂയ, ഹല്ലേലൂയ. പാതാളത്തിന്റെ ശക്തി നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ, നിങ്ങളെ തകർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, നിങ്ങളുടെ ബലം കൊണ്ടല്ല, നിങ്ങളുടെ വാള് കൊണ്ടല്ല, ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടാണ് നീ പറയാൻ വേണ്ടി പോകുന്നത്. इन शत्रुओं को गिराने के लिए चाहता है। ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസനേ, ദൈവത്തിന്റെ പൈതലേ, നിന്റെ ശക്തി കൊണ്ടല്ല നീ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് പറയുന്നത്. परमेश्वर की आत्मा के द्वारा और अपने जीवन को बनाने ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ ബലം നമ്മൾ കാണുകയാണ്. പക്ഷേ ആ ശക്തിയും ആ ബലവും ആ ആരോഗ്യവും അതൊക്കെ മാറ്റി വച്ചിട്ട് ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ഇന്ന് വിളിക്കാനും പ്രാർത്ഥിക്കും. हम अपने ज्ञान, अपने बुद्धि, अपने शक्ति को सब हटाते हुए हम अपने जीवन को परमेश्वर के हाथों में सौंपते हुए परमेश्वर तू हमें बना। 2024 നമ്മുടെ ശക്തി നമുക്ക് വേണ്ട. हमारा 2024 में हमारा शक्ति नहीं चाहिए, നമ്മുടെ ബലം നമുക്ക് വേണ്ട. हमारा बल में नहीं चाहिए, നമ്മുടെ കഴിവുകൾ നമുക്ക് വേണ്ട. नहीं चाहिए। ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. परमेश्वर की आत्मा में അവൻ നിന്നെ പണിയട്ടെ. വിശ്വസിക്കുന്ന ദൈവദാസന്മാർ ഈ മെസ്സേജ് ഏറ്റെടുത്താൽ ഈ വർഷക്കാലം
നിങ്ങളുടെ വർഷമായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. परमेश्वर की आत्मा के द्वारा परमेश्वर के दास को मैं कहना चाहता है, परमेश्वर की आत्मा के द्वारा इस साल के लिए 2024 നമ്മുടെ വർഷമായി തീരും. 2024 हमारा साल हो जाएगा. അത് വിശ്വാസത്തോടെ ഏറ്റുപറ. हम विश्वास की बात है. അത് വിശ്വാസത്തോടെ ഏറ്റുപറ. ഇത് നിങ്ങൾ ഇമോഷൻ ആക്കുവാൻ വേണ്ടിയ പറയുകയല്ല, പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. 2024 നമ്മുടെ വർഷമാണ്. അതോലോകത്തിന്റെ ഫാക്ടറികൾ അടഞ്ഞു പോകുന്ന വർഷമാണ്. നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ഒരു പുതിയ മുഖത്തിലേക്ക് പോകുന്ന വർഷം. നിങ്ങളുടെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്ന ആ അധോലോകത്തിന്റെ ഫാട്ടക് ബന്ധായി പോകുന്ന സമയം. നിങ്ങളുടെ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, പിശാചേ, പാതാളത്തിന്റെ ഗോപുരമേ, 24 എന്റെ വർഷമാണ്. നിനക്ക് എന്റെ മേൽ അധികാരമില്ല. അതിന് വിശ്വാസം എന്ന് പറഞ്ഞാട്ടെ. ഈ ഉപവാസം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയനും വിളിച്ചു പറ. നിങ്ങൾ തലമുറകളെ നോക്കി വിളിച്ചു പറ, ഇത് നിന്റെ വർഷമാണ്. എല്ലാ പ്രിയമുള്ളവരും ആത്മാർത്ഥമായിട്ടൊന്ന് വിശ്വസിച്ച് പറഞ്ഞാട്ടെ. എന്റെ വാക്കിയുടെ ഉപസംഹരിക്കാൻ വേണ്ടി പോകുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു ചലഞ്ച് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തൽവാറ് നോക്കിയപ്പോൾ തൽവാറ് ഞാൻ എടുത്ത് എന്റെ കീശയിലേക്ക് ഇടുകയാണ്. പക്ഷെ ഇനി ഞാൻ എന്റെ ശക്തി കൊണ്ടല്ല, അങ്ങയുടെ ശക്തി കൊണ്ട് ജീവിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് വിഷയക്കാരെ എല്ലാ പ്രിയമുള്ള കണ്ണുകളെ അടച്ചാട്ടെ. ഒരു നിമിഷം നിന്നെ തല്ലുവാളെടുത്ത് മാറ്റി വെച്ചിട്ട് ദൈവത്തോട് പറഞ്ഞ കർത്താവേ, ഞാൻ എന്നെ സമ്പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആ തൽവാർ നമുക്കൊന്ന് മാറ്റി വെക്കാം. തൽവാർ ഒന്ന് മാറ്റി വെച്ചാട്ടെ. നമ്മുടെ ശക്തി ഒന്ന് മാറ്റി വെച്ചേ. നമ്മുടെ കണ്ണുകൾ ഒന്ന് മാറ്റി വെച്ചേ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചിന്ത ഒന്ന് മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. എന്നെ ഉപയോഗിക്കുവാനാകണമേ. എന്നെ ഉപയോഗിക്കണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുടെ ചെറിയ സമയക്കാലം ഒരു പ്രത്യേക അഭിഷേകത്തിന് വ്യാപാരം ഉണ്ടാവുകയാണ്. विश्वास करने वालों के ऊपर एक विशेष अभिषेक खुदा देने वाले. എല്ലാ പ്രിയമുള്ളവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ശക്തി എന്റെ ബലമെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. 2024 എനിക്ക് ജീവിക്കുവാൻ എന്റെ ശക്തി എന്നെ ആവശ്യമായിരിക്കുന്നത്, എന്റെ ബലം എന്നെ ആവശ്യമായിരിക്കുന്നത്. ശക്തി സമജാതെ എല്ലാ പ്രിയമുള്ളവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും വന്നിരിക്കട്ടെ. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നതൊക്കെ ആ ഒരു തീഷ്ണതയിലായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹത്തിലായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം പരാജയമാണ്. അതെല്ലാം പരാജയമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ശുശ്രൂഷകളിൽ നമുക്ക് വർദ്ധിച്ചു വരാൻ കഴിയാത്ത ഒരു പരാജയത്തിന്റെ വക്കിലാണ് നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഉയർന്നു വരുവാൻ കഴിയാത്ത വിധം
ഞെരുക്കത്തിന്റെ അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത്? जो विश्वास जीवन में आगे नहीं बढ़ सक रहा, क्या जिस क्षण भी है उस समय का परिस्थिति अभी भी है। നമ്മുടെ സ്വയത്തെ എല്ലാം ഇന്ന് പകൽക്കാലം നമുക്ക് ത്യജിക്കാതെ തയ്യാറാകാം. हम लोग अपने स्वयं के द्वारा कुछ भी नहीं प्राप्त हो सकता प्रिय। നമ്മുടെ അഹങ്കാരത്തെ എല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ തയ്യാറാകാം. हमारे अहंकार सब कुछ हमारे जीवन से दूर करते हुए നമ്മുടെ ശക്തിയെല്ലാം ഒന്ന് ഉപേക്ഷിക്കുവാൻ നമുക്ക് തയ്യാറാകാം. हमारा शक्ति हमारा सामर्थ्य हटाते हुए ആ തൽവാർ നമ്മുടെ ശക്തിയുടെ കേന്ദ്രമാണെങ്കിൽ അതൊന്നും മാറ്റിവെക്കുവാൻ കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് പറഞ്ഞെങ്കിൽ, अगर तलवार यदि हमारा शक्ति को दिखाता तो प्रिय जन तलवार को हटाते हुए 2024 ആ ശക്തി കൊണ്ടല്ല, കർത്താവ് തന്ന ശക്തി കൊണ്ട് നിങ്ങൾ പടകുകൾ ചവിട്ടി കയറുവാൻ വേണ്ടി പോവുകയാണ്. അത് വിശ്വാസ കണ്ണോടെ നിന്ന് കാണട്ടെ, കണ്ണുകൾ കഴിയണം. 2024 में उसे तलवार ने प्रिय जन प्रभु परमेश्वर की आत्मा सामर्थ की ओर वो विश्वास की ओर देखने का कारण हो जाए. തൽവാർ കൊണ്ട് ഒരു ഉപയോഗം നടത്തിയിട്ട് ശത്രു ആഗ്രഹിച്ചത് യേശു കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ തകടം മറിക്കാൻ വേണ്ടിയാണ്. हम देखते हैं तलवार जो इस्तेमाल हुआ शत्रु से यीशु मसीह का पुनरुत्थान को रोकने का कारण होने के लिए इस्तेमाल करने का कारण. യേശുവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പത്രോസിന്റെ ഒരു ശ്രമമാണ് അവിടെ കണ്ടത്. वहां पर हम देखते हैं कि पतरस यीशु मसीह को बचाने के लिए उस कार्य को वह इस्तेमाल किया. പത്രോസേ, നിന്റെ ഒരു പദ്ധതിയും എനിക്ക് ആവശ്യമില്ല, എന്റെ പദ്ധതിയാണ് നിന്നിൽ നടപ്പാകേണ്ടത്. अब पतरस यीशु मसीह कहता है तेरा कोई भी कार्य हमारे जीवन में नहीं होना है, परंतु मेरे द्वारा तेरे जीवन में कार्य होना है. എന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്കെതിരെയുള്ള ഒരു പൈശാചിക പോരാട്ടമാണ് നിന്നിൽ കടന്നു വന്ന ഈ തൽവാറെടുത്ത പദ്ധതി. जो तूने जो तलवार उठाया मेरे पुनरुत्थान में रुकावट बाधा का कारण है. शत्रु इस प्रकार के कार्य ഞാൻ ലോകത്തെ രക്ഷിപ്പാൻ വന്ന ക്രിസ്തുവാണ്. എന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്കെതിരെ നിന്നെയാണ് പിശാച് ഉപയോഗിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ തൽവാറിന് മാറ്റിവെക്ക്. ഞാൻ നിന്നെ ഉപയോഗിക്കും, പിശാചല്ല നിന്നെ ഉപയോഗിക്കേണ്ടത്. मेरे उद्धार का जो मुक्ति का रास्ता को रुकावट देने वाले तलवार तू हटा कर रख ताकि हम उस कार्य को पूरा कर सके. ഒരു പക്ഷേ ഈ പത്രോസിന്റെ ചിന്ത അവിടെ സഫലീകൃതമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? വലിയൊരു വീണ്ടെടുപ്പിന്റെ പദ്ധതി തകടം മറിഞ്ഞു പോവുകയാണ് ചെയ്തത്. यदि पतरस का कार्य यदि संपूर्ण होता तो प्रियजन यीशु मसीह का पुनरुत्थान उस उद्धार पूरी रीति से नष्ट होने का कारण हो जाता. നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കണമേ, ഏതെങ്കിലും നിലയിൽ किसी भी प्रकार के നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ട് हमारा परिश्रम के द्वारा വീണ്ടെടുപ്പിന്റെ പദ്ധതിക്ക് ഏതെങ്കിലും കോട്ടമുണ്ടാകുന്നെങ്കിൽ, जो उद्धार के लिए कोई भी रुकावट बाधा का कारण हो रहा है, ശുശ്രൂഷയിൽ നമുക്ക് തകർച്ച ഉണ്ടാകുന്നെങ്കിൽ, अगर सेवकाई में किसी प्रकार के बाधाएं आ रहे हैं तो come back to God. परमेश्वर के समुख लौट के आने का कारण, ദൈവത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. प्रभु के सामने हम लौट के आने का कारण हो जाओ. നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. अपने संपूर्ण रीति से समर्पित करने का कारण हो जाओ. കർത്താവേ, ഇവിടെ ഞാനിതാ, हे प्रभु मैं यहाँ हूँ, എന്നെ ഒന്ന് പണിയിടവേ. मुझे बना. कितने जन कह सकता है? ഒരു നിമിഷം ഒരു പ്രാർത്ഥിച്ചാട്ടെ. हम लोग एक क्षण हम लोग प्रार्थना करें. Hallelujah. Thank you, Lord. हालेलुया. 2024 അവസാനിക്കുന്നതിന് മുൻപ് 2024 समाप्त होने का पहले നിങ്ങൾ എന്താണോ അതിനേക്കാൾ ഡബിളായി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുമെന്ന് വിശ്വാസ കണ്ണോടുകൂടെ ഇന്ന് പകൽക്കാലം ഏറ്റുപറഞ്ഞു. आप लोग जो है उसका दुगना परमेश्वर आपको इस्तेमाल करेंगे करके अपने विश्वास की आंखों के द्वारा देखने का कारण हो जाओ. ഞാൻ എന്നെ ത്യജിക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? हमें कितने जन हम भूल सकेंगे इस बातों को? യേശു എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചാൽ, जो हमारे पीछे जो आने के लिए जो चाहते हैं, തന്റെ താൻ പിടിച്ച തന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരിക. अपने आप को त्यागते मेरे क्रूस को उठा के मेरे पीछे होने के लिए പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. हम लोग एक क्षण हमें इस बातों को सोचने का कारण हो. ധ്യാൻ ചെയ്ത് ദൈവത്തോട് പറയുമോ? हम क्या पूरी हृदय की गहराई से कहेंगे, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പറയുമോ, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. हृदय की गहराई से क्या कहेंगे, मैं तुझसे प्रेम करता हूँ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. तुझसे प्रेम करता हूँ यीशु. 2024 എന്നെ ഉപയോഗിക്കണമേ. 2024 में तू हमें इस्तेमाल करना यीशु. നിങ്ങൾ രണ്ടാം ഘട്ടത്തിലാണ് പക്ഷെ നിങ്ങൾ ഇരിക്കുന്നെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, അല്ല അല്ല, അടുത്ത അനധിവിദൂരമല്ലാത്ത സമയത്ത് ഭാവിയിൽ നിങ്ങളുടെ മൂന്നാമത്തെ ഘട്ടം നിങ്ങളെ അഭിമുഖീകരിക്കും. ആ ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളായി വെളിപ്പെട്ടു വരും. നിങ്ങൾ തേജസ്സോടെ വിളങ്ങും. ശത്രു നിങ്ങളെ കൊണ്ടുവന്ന സകല ആയുധങ്ങളും അത് ഒരുപാട് നശിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും.
दूसरा भाग में प्रिय जन्म निराश न होना। परमेश्वर कहते हैं नहीं नहीं, तू आगे बढ़ेंगे, विजय के रास्तों में आगे चलने का फल हो जाएंगे। പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ കർത്താവേ, ഈ വിലയേറിയ സമയത്തിനായി നന്ദിയോടെ അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഭക്തന്മാർ ഇന്ന് പകൽക്കാലം ഇവിടെ കൂടി വന്ന സമയം മുതൽ എത്രത്തോളം സമയങ്ങൾ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. റിനോവേഷൻ, ഒരു പുതുക്കമുണ്ടാകുവാൻ, ഒരു പണിയപ്പെടലുണ്ടാകുവാൻ ഈ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. 2024 ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല, അങ്ങയുടെ ശക്തികൾ കൊണ്ട്, അങ്ങയുടെ ശക്തി കൊണ്ട് ഞങ്ങൾ ജീവിക്കും. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. അങ്ങയുടെ വാക്കുകൾക്ക് ഞങ്ങൾ അധീനരായിട്ട് മാറ്റപ്പെടും. ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുന്നു കർത്താവേ. ഞങ്ങളുടെ സോണിലുള്ള എല്ലാ പ്രിയമുള്ളവരെയും, ഞങ്ങൾ റീച്ചിലുള്ള പ്രിയമുള്ളവരെയും, ദാസന്മാരെ എല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. ഒരു പുതിയ വെളിപ്പാട് ഇന്ന് പകൽക്കാലം ലഭിപ്പാടിയാക്കണമേ. ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യുവാക്കന്മാരെ, യുവതികളെ അനുഗ്രഹിക്കണമേ. ഈ പകൽക്കാല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദാസന്മാരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കണമേ. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ.